ഇപ്പം കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ നന്നായിട്ട് റംബൂട്ടാൻ്റെ പൂക്കൾ വിരിഞ്ഞിരിക്കുന്ന സമയമാണ്. ഇപ്പോൾ നന്നായിട്ട് എല്ലാ സ്ഥലത്തും നല്ല വിരിയലും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ചെറിയൊരു ഇടമഴയും കാര്യങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കാണാം ഇപ്പം ട്രൈഗോണ നമ്മളുടെ ചെറുതേനീച്ചയൊക്കെ നമുക്ക് എന്താ പറയുക, ഈ പൂവിൻ്റെ അകത്ത് വന്നിട്ട് പരാഗണം നടത്തുന്ന ടൈമാണ്. നല്ല രീതിയിൽ പരാഗണം നടക്കുന്നുണ്ട്. നാച്ചുറലായിട്ടുള്ള കുറേ ആൾക്കാർ വന്നിട്ട് നമുക്ക് പരാഗണം കാര്യങ്ങളൊക്കെ നമുക്ക് സഹായിക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് അടിക്കാൻ പറ്റുന്നത് എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ കൊടുക്കാൻ പറ്റുന്നത്, ഇപ്പോൾ തേനീച്ച വന്നിട്ടുണ്ട്. അപ്പോൾ ഇവനെയൊക്കെ ഉപദ്രവിക്കാതെ വേണം നമ്മൾ കായ കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ മരുന്നടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിൻ്റെ അകത്ത് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇതേപോലെ പുഴുക്കൾ കയറി വരുന്നത് കാണാം, അതേപോലെ തന്നെ നീരൂറ്റി കുടിക്കുന്നത് കാണാം. ഇതിനെയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവനെ ഉപദ്രവിക്കാതെ, മിത്രകീടങ്ങളെ ഉപദ്രവിക്കാതെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ബിവേറിയ. നമുക്ക് ഫംഗസിൻ്റെ അസുഖങ്ങളൊക്കെ ഒഴിവാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് സ്യൂഡോമോണസ്. അപ്പം ബിവേറിയ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ദമൻ കൊടുക്കാം. അതേപോലെ തന്നെ സ്യൂഡോമോണസ് ആണെങ്കിൽ നമുക്ക് കൊടുക്കാൻ സ്പോറഡെക്സ് കൊടുക്കാം, അല്ലെങ്കിൽ ബാക്ടിവൈപ്പ് എന്നുള്ള രീതിയിൽ കിട്ടും. ആ രണ്ടിലേതെങ്കിലും ഒന്ന് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു പൂവിൻ്റെ അകത്ത് ചൂടിൽ നിന്നൊക്കെ കൊഴിയാതെ കുറച്ച് നന്നായിട്ട് നമുക്ക് കിട്ടാനും വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് 5G. 5G നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഇവനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മുടെ പരാഗണം നടത്തുന്ന ആൾക്കാർ നമ്മുടെ തോട്ടത്തിൽ ആവശ്യമാണ്. അപ്പോൾ ഇവന്മാരെ നശിപ്പിക്കാത്ത രീതിയിലുള്ള കൃഷി നമ്മൾ പിന്തുടരേണ്ടത് അത്യാവശ്യമാണ്.